ഹായ് ശ്രീഷ്മ. ഹായ്. എവിടായിരുന്നു പ്ലേസ്? എവിടായിരുന്നു? മലപ്പുറം. അവോദിൽ ഏത് കോഴ്സായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ? മെഡിക്കൽ കോഡിംഗ്. ഇപ്പം കറന്റ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? വേവ് ഓൺലൈൻ. വേവ് ഓൺലൈൻ. വീട്ടിൽ ഹാപ്പിയാണ്, സെറ്റാണ്. അവോദിനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് കോളേജ് ഗ്രൂപ്പിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ മിസ് ഒരു ബ്രോഞ്ചർ ഇട്ടിരുന്നു. അങ്ങനെ എൻക്വയറി ചെയ്തിട്ടാണ് അറിഞ്ഞത്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയത് ബാംഗ്ലൂരായിരുന്നു. അത് അവിടെ പ്ലേസ്ഡ് ആയിരുന്നു, പക്ഷേ എനിക്കൊരു വോയിസ് ആൻഡ് ടെസ്റ്റും കൂടി ക്ലിയർ ചെയ്യാണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് വേവ് ഓൺലൈനിൽ സെലക്ഷൻ കിട്ടിയത്. ആനുവലി 2 LPA CTC ആണ് വരുന്നത്. വെൽക്കം ടു കറി ടോക്സ് വിത്ത് അവോദ. അപ്പോൾ വീണ്ടും ഒരു കറി ടോക്ക് ആയിട്ട് അവോദ വന്നിരിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ശ്രീഷ്മയാണ്. ഹായ് ശ്രീഷ്മ. ഹായ്. എവിടായിരുന്നു പ്ലേസ്? എവിടായിരുന്നു? മലപ്പുറം. മലപ്പുറത്താണ്. ഓക്കെ. അപ്പോൾ അവോദിൽ ഏത് കോഴ്സായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ? മെഡിക്കൽ കോഡിംഗ്. മെഡിക്കൽ കോഡിംഗ് ആണ്. എവിടെ? മലപ്പുറത്ത് തന്നെയാണോ? അല്ലല്ല, കോഴിക്കോട്. കോഴിക്കോടായിരുന്നു അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സസ് ഒക്കെ? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പം കറന്റ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ വേവ് ഓൺലൈൻ. വേവ് ഓൺലൈൻ കൊച്ചിയിൽ, വൈറ്റിലിയിൽ. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു പുതിയ ഓഫീസും അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ? പുതിയ ഓഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സൈറ്റഡ് ആയിരുന്നു ഫസ്റ്റ് ഡേ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് വലിയ ഐഡിയ ഇല്ല, പക്ഷെ ഓൾമോസ്റ്റ് സെറ്റാണ്. കൊളീഗ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആണോ? കൊളീഗ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവാണ്, നല്ല മിങ്കിളാണ്. വീട്ടിലെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഒരു ജോബൊക്കെ കിട്ടി, പ്ലേസ്ഡ് ആയിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ്? വീട്ടിൽ ഹാപ്പിയാണ്, സെറ്റാണ്. ഓക്കെ. അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അവോദിയെക്കുറിച്ച് ആദ്യം അറിഞ്ഞത്? അവോദിനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് കോളേജ് ഗ്രൂപ്പിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ മിസ് ഒരു ബ്രോഞ്ചർ ഇട്ടിരുന്നു. അങ്ങനെ എൻക്വയറി ചെയ്തിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഡിഗ്രിക്ക് ഏതായിരുന്നു സബ്ജക്റ്റ്? സൈക്കോളജി. സൈക്കോളജിയിൽ നിന്നും മെഡിക്കൽ കോഡിങ്ങിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ കാരണം എന്താ? സൈക്കോളജി ആക്ച്വലി എനിക്ക് PG ചെയ്യാൻ തന്നെയായിരുന്നു ആഗ്രഹം. ബട്ട് പ്രൊഫഷണലി സൈക്കോളജിയിൽ ഒന്ന് കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ ഒരു ടൈം പീരീഡ് എടുക്കും. സോ പെട്ടെന്നൊരു ജോബ് റെഡി ആയിട്ട് ദെൻ പ്രൊഫഷണലി സൈക്കോളജിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്തത്. ഓക്കെ. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോഡിങ് ക്ലാസ് ഫസ്റ്റ് ഡേ ഒക്കെ എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ +2 സയൻസ് ആണ്. പിന്നെ ഡിഗ്രി ഞങ്ങൾക്ക് സൈക്കോളജിയിൽ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫിസിയോളജി ആണ്. അപ്പോൾ പിന്നെ നമ്മുടെ മെഡിക്കൽ കോഡിങ്ങിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് അല്ലേ? ഈ അനാട്ടമി ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കോഡിങ്ങിലേക്ക് വന്നപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഓക്കെ. ഓക്കെ. അപ്പോൾ ട്യൂട്ടർ ആരായിരുന്നു? നീനു മിസ് എങ്ങനെയായിരുന്നു ക്ലാസ്സൊക്കെ? മിസ്സിൻ്റെ ക്ലാസ്സസും പിന്നെ ഡൗട്ട്സ് ഒക്കെ വരുന്ന സമയത്തൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് തരാറുണ്ടോ? മിസ് ആക്ച്വലി നല്ല മിങ്കിളായിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ മിസ്സിനെ കൊണ്ട് കഴിയുന്ന പോലെ മിസ് സിമ്പിളായിട്ടായിരുന്നു പറയുക. കോഡിംഗ് ഒക്കെ ആണെങ്കിലും ഏറ്റവും നല്ല ബെസ്റ്റ് വേയിൽ പറയും. ഞങ്ങളെ ബാച്ചിൽ തന്നെ ബയോളജി ഓറിയൻറ്റഡ് ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. സോ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ബേസ് മുതൽ പറഞ്ഞു തരുമായിരുന്നു. മിസ്സിനോട് പറഞ്ഞോ പ്ലേസ്ഡ് ആയ കാര്യമൊക്കെ? പറഞ്ഞിട്ടുണ്ട്. മിസ് ഒരുപാട് ഹാപ്പി ആയി. അതെ. ഓക്കെ. ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണോ അതോ 2-3 ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയത് ബാംഗ്ലൂരായിരുന്നു. അത് അവിടെ പ്ലേസ്ഡ് ആയിരുന്നു, പക്ഷേ എനിക്കൊരു വോയിസ് ആൻഡ് ടെസ്റ്റും കൂടി ക്ലിയർ ചെയ്യാണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് വേവ് ഓൺലൈനിൽ സെലക്ഷൻ കിട്ടിയത്. സോ ആസ് ബെറ്റർ കമ്പാരിറ്റീവ്ലി ഞാൻ വേവ് ഓൺലൈനിലേക്ക് 2 കിട്ടിയപ്പോൾ ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു പുതിയ ഓഫീസും അറ്റ്മോസ്ഫിയറിനെയൊക്കെ കുറിച്ച് എന്താ പറയാനുള്ളത്? അറ്റ്മോസ്ഫിയർ കൂളാണ്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നാട്ടിലേക്കൊക്കെ എങ്ങനെ വീക്ക്ലി ആണോ പോകുന്നത്? വീക്ക്ലി കഴിഞ്ഞ വീക്ക് പോയിരുന്നു, ഈ വീക്ക് പോയിട്ടില്ല. പിന്നെ ഇനി ജോബ് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് ഡിസൈഡ് ചെയ്യാം. ഓക്കെ. അങ്ങനെ. അപ്പോൾ വീട്ടുകാരുടെ ഒപ്പീനിയൻ എന്താ? വീട്ടുകാർ ഹാപ്പിയാണ്, സപ്പോർട്ടീവാണ്. അവോദിൽ ജാബ് സെഷനിലാണോ അതോ പ്ലേസ്മെൻറ്റ് ഡയറക്റ്റ് ആയിട്ടാണോ കോൺടാക്ട് ചെയ്തത്? എങ്ങനെയാണ് ഈ ജോബിലോട്ട് എത്തിപ്പെട്ടത്? ഡയറക്റ്റ് പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി തന്നെയാണ് എത്തിയത്. ജാപ്പിൽ കയറിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ബാംഗ്ലൂരിൽ പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ജാപ്പിൽ പ്രോസസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള ആവശ്യം വന്നില്ല, പ്ലേസ്മെൻറ്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയതാണ്. ഓക്കെ. ആർക്കെങ്കിലും ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും അവോദി സജസ്റ്റ് ചെയ്യോ? ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അവോദിൽ അറിയാലോ ഒരുപാട് കോഴ്സസ് ഉണ്ട്, ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട്. അതുകൊണ്ട് മെഡിക്കൽ കോഡിങ് തന്നെ കറക്റ്റായിട്ട് അത് ചൂസ് ചെയ്യാനുള്ള എല്ലാ കോഴ്സിനെ കുറിച്ച് അറിയാമായിരുന്നു ഇതിന് മുന്നേ? ഇല്ല, മെഡിക്കൽ കോഡിങ് എടുക്കാനുള്ള കാരണം മീൻസ് അതിൽ ഫിസിയോളജി ബയോളജി ഇൻക്ലൂഡഡ് ആണ്. എനിക്കൊരു ബേസും ഉണ്ട്, അതുകൊണ്ടാണ് മെഡിക്കൽ കോഡിങ് ചൂസ് ചെയ്തത്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉണ്ടല്ലോ, മെഡിക്കൽ കോഡിങ്ങും പല കോഴ്സസ്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പോലെ ഒരുപാട് കോഴ്സസും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അവോദ് സെലക്ട് ചെയ്തത്? ആക്ച്വലി ഒരു
ജോബ് ഓറിയൻറ്റഡ് കോഴ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ HOD വഴി ഈ ബ്രോഞ്ചർ കണ്ടത്, എൻക്വയറി ചെയ്തു, അങ്ങനെ ജോയിൻ ചെയ്തു. ഒന്നും നോക്കിയില്ല, അങ്ങനെ ഡയറക്റ്റ് ജോയിനിങ് ആയിരുന്നു? അല്ല, ജസ്റ്റ് എൻക്വയറി ചെയ്തിരുന്നു, എന്തൊക്കെയാണ് കോഴ്സസ് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ചിരുന്നു, അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയായിരുന്നു നിങ്ങൾ എൻക്വയറിക്കൊക്കെ കറക്റ്റായിട്ട് ആൻസർ എല്ലാവരും തന്നായിരുന്നോ? അതെ, എപ്പോഴും അവൈലബിൾ ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്താൽ കിട്ടിയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് സാലറി പാക്കേജ് ഒക്കെ വരുന്നത് ഓഫീസിൽ? സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ആനുവലി 2 LPA CTC ആണ് വരുന്നത്. ഓക്കെ. ഹോസ്റ്റലൊക്കെ എങ്ങനെയാണ്, ഓഫീസിന് അടുത്ത് തന്നെയാണോ? ഹോസ്റ്റലല്ല, PG ആണ്, അറൗണ്ട് 1 കിലോമീറ്റർ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഡെയിലി പോയിട്ട് വരാനൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ്? അല്ല, ക്യാബ് ഫെസിലിറ്റി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? അപ്പോൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് പോയിട്ട് വരാം. ട്രെയിനിങ് വെച്ചിട്ടൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ജോബ് റോൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ? ട്രെയിനിങ് വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കോളിംഗ് ആണ് കൂടുതൽ വരുന്നത്, പിന്നെ പ്രോസസ്സിംഗ് ആയിട്ട് അത്യാവശ്യം ഡോക്യുമെൻറ്റേഷനൊക്കെ വരുന്നുണ്ട്. സോ ഇനി പ്രൊഡക്ഷനിലേക്ക് കയറുമ്പോൾ അറിയാം ബാക്കി. ഓക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യില്ല. താങ്ക് യു സോ മച്ച്.